ഹായ് ഹലോ. ഇന്ന് ഞാനൊരു സന്തോഷമുള്ളൊരു ദിവസത്തിൻ്റെ വ്ളോഗുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിൽ സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നും തന്നെ ഇല്ല കേട്ടോ. എൻ്റെ മൂന്നാമത്തെ ആള് ആരിഷിൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ചെടുത്തൊരു ചെറിയ വ്ളോഗാണ് കേട്ടോ. വിവാഹിതയാകാത്ത ഒരു കൂട്ടുകാരി എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, 3 മക്കളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ആരെയാന്ന്. ഒരു അമ്മയോട് അങ്ങനെയൊക്കെ ചോദിക്കാവോ അല്ലേ? ആദ്യത്തെ കൺമണി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടം ആദിക്കുട്ടനെയാണ്. ഒരേ ഒരു പെൺതരി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അച്ചുവിനെയുമാണ്. മൂന്നാമനും ഏറ്റവും അവസാനത്തെ കണ്ണി എന്നുള്ള ഉണ്ണിക്കുട്ടനുമാണ്. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ആ ഉണ്ണിക്കുട്ടൻ്റെ ബർത്ത്ഡേ തലേ ദിവസമാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായിട്ട് പറയുന്നുണ്ട് സ്കൂളിൽ ബിരിയാണി കൊടുത്തു വിടണമെന്ന്. അപ്പം ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിക്കാൻ വേണ്ടി മാത്രം ഭക്ഷണം ഉണ്ടാക്കുകയും കഴിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ്. അതായത് എനിക്ക് പാചകത്തിൽ അത്ര വലിയ നൈപുണ്യമൊന്നുമില്ല. പിന്നെ ഇത് ഡിപ്പെൻസാണ്. നമുക്ക് പ്രോത്സാഹനം കിട്ടുവാണെങ്കിൽ ഞാൻ തുനിഞ്ഞങ്ങ് ഇറങ്ങും, കിട്ടുന്നില്ലെങ്കിൽ ആ വഴിക്ക് പോവുകയില്ല. അപ്പോൾ സ്റ്റിച്ചിങ് ആണെങ്കിൽ പോലും നമ്മുടെ കസ്റ്റമർ നമുക്ക് ചെയ്ത് കൊടുത്ത സാധനം ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് അവർ കോംപ്ലിമെൻറ്റ് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും ഭയങ്കര സന്തോഷത്തിലായിരിക്കും നമ്മൾ അടുത്ത വർക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ രാവിലെ എന്നെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കാപ്പിയൊക്കെ കുടിച്ച് പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇച്ചിരി നേരത്തെ ഞാൻ എഴുന്നേറ്റ് പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം തലേ ദിവസം ഞാൻ ഒന്നും തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടില്ല. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞടി, എന്താ പറയുക, റൈസൊക്കെ ആണെങ്കിലും ഒന്ന് നേരത്തെ കൂട്ടി ഫ്രിഡ്ജിലാക്കി വെക്കുവാണെങ്കിൽ നമുക്കത് എളുപ്പമായിരിക്കും. രാവിലെ എഴുന്നേറ്റ് അതങ്ങോട്ട് സോർട്ട് ചെയ്തെടുത്താൽ മതിയല്ലോ. ഞാനിപ്പം ഇടയ്ക്കും തലക്കൊക്കെ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ മാത്രമേ എനിക്കത് കറക്റ്റ് വേവ്, കറക്റ്റ് പരിവം അങ്ങനെയൊക്കെ കിട്ടിയിട്ടുള്ളൂ. യൂട്യൂബ് നോക്കി ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒന്നും കൂടെ ഫ്ലോപ്പ് ആയോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അതെന്ത് തന്നെയാണെങ്കിലും ഞാൻ ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സോയാബീന്. അപ്പോൾ അതൊന്നാക്കാൻ വേണ്ടിയിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിള്ളേരെ ഉദ്ദേശിച്ച് മാത്രമാണ് ഞാനിത് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വെജിറ്റബിൾസ് ആയിട്ട് ഞാനിവിടെ ക്യാരറ്റും എന്താ പറയുക ബീൻസ് മാത്രമേ എടുത്തിട്ടുള്ളേ. എന്നോട് അവൻ പ്രത്യേകം പറഞ്ഞു സവാള ഒന്നും അരിഞ്ഞിടരുത്, ഞാൻ എടുത്ത് കളയുമെന്ന്. അപ്പോൾ അത് മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടുണ്ടാക്കുന്ന ഒരു ദൈവത്തെ ഓർത്ത ഇതിൽ കമൻ്റ് ഇടരുത്, ഇതിങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട്. എന്നെ സംബന്ധിച്ച് ഇതൊക്കെ വലിയ സംഭവമാണ്. ഇത്രയൊക്കെ ഒപ്പിച്ച് തരുന്നത് തന്നെ വലിയ സംഭവമാണ്. അപ്പോൾ ജസ്റ്റ് നെയ്യിൽ ഞാൻ ഈ പറഞ്ഞ ബേസിക് ആ സാധനം ഉണ്ടല്ലോ, ബിരിയാണി മസാലയ്ക്കകത്ത് നമ്മൾ കൊടുക്കുന്ന ബേ ലീഫ്, ഗ്രാമ്പൂ, പട്ട അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള അതിട്ട് നെയ്ക്കകത്ത് സോർട്ട് ചെയ്തിട്ട് അതിട്ടിട്ട് ഒരു ഗ്ലാസ് അരി അത് ഞാൻ കുറച്ച് നേരം കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പ് സ്വല്പം മുന്നേ നിൽക്കുന്ന പോലെ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. എൻ്റെ അമ്മയില്ലേ പാലിനകത്ത് ബിരിയാണി വെക്കും, പാലൊഴിച്ചിട്ട്. സംഭവം അത് ആ ഒരു ദിവസം വരെ ഇരിക്കുള്ളൂ, പക്ഷെ ആ ദിവസത്തിനുള്ളിൽ അത് തീരും. ഞാനും അനിയത്തിയും തന്നെ കയറി ഇറങ്ങിയത് തിന്ന് തീർക്കുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഞാൻ ശരിക്കും മിസ് ചെയ്തു കേട്ടോ. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കി പഠിക്കേണ്ടതായിരുന്നു. ഇനി എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ അമ്മയെക്കൊണ്ട് അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യിച്ച് വീഡിയോ ഒക്കെ എടുക്കണം എന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ സാധനം, കപ്പലണ്ടി. എൻ്റെ കൊച്ചി ബിരിയാണി ഉണ്ടാക്കുക, ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുമെന്ന് പറയുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ഈ സാധനമാണ്. ഇത് മാത്രം കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ അത് അത്രയും കഴിക്കുന്നത് പോലും. ഏകദേശം ഒരു ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ ലുക്ക് വന്നിട്ടില്ലേ. പിന്നെ സോസൊക്കെ ആവശ്യത്തിനുണ്ട് കേട്ടോ, സോയാ സോസും പിന്നെ എന്താണ് ടൊമാറ്റോ കെച്ചപ്പും ഒക്കെ ആവശ്യത്തിന് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴത്തേക്കും സംഭവം റെഡി. വേറൊന്നൊക്കെ ഉണ്ടാക്കാൻ മൂടില്ലാത്തൊരു ദിവസമാണെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഏകദേശം ഇതെല്ലാം ഒപ്പിച്ച് വന്നപ്പോഴേക്കും നമ്മുടെ ബർത്ത്ഡേ ബോയ് എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവന് ഉണർന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരത്തേക്ക് പാല് കുടിക്കുക, കളിക്കുക, ഇതിലേ നടക്കുക, ചേട്ടനെയും ചേച്ചിനെയൊക്കെ പോയി എഴുന്നേൽപ്പിക്കുക, അതൊക്കെ ആയിരിക്കും അവൻ്റെ കുറേ നേരത്തേക്കിനുള്ള ബഹളങ്ങൾ. കുറച്ച് കഴിയുമ്പോഴേക്കും അവൻ ടയേർഡാവും. അപ്പോൾ വീണ്ടും അവൻ കിടന്നുറങ്ങും. അപ്പോൾ ആ സമയം വരേക്കും നമ്മുടെ പുറകെ ഇങ്ങനെ നടക്കും. അടുക്കളയിലായിരിക്കും എൻ്റെ മെയിൻ സ്ഥാനം എന്ന് പറഞ്ഞാൽ. നമ്മൾ ഈ പാചകത്തിൻ്റെ അടിവശമൊക്കെ ഇല്ലേ, അവിടെയൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കും. പാത്രമൊക്കെ വല്ല ഇരിപ്പുണ്ടെങ്കിൽ അതിനകത്ത് കയറിയിരിക്കും. വല്ലതൊക്കെ തട്ടിമറിച്ച് കളയാനുണ്ടെങ്കിൽ വല്ല പച്ചക്കറിയോ സാധനങ്ങളോ എന്തെങ്കിലുമൊക്കെ താഴെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ തട്ടിമറിച്ച് കളയും. നമുക്ക് ബോറടിക്കത്തില്ല, നമുക്കൊരു സമയം ബോറടിച്ചിരിക്കാമെന്ന് വിചാരിക്കരുത് കേട്ടോ. അപ്പോൾ രാവിലെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ മഴ പെയ്ത് നാശമാക്കി കളഞ്ഞിട്ടുണ്ടായില്ല. ചിലർ ചോദിക്കാറുണ്ട് എവിടെയാണ് സ്ഥലം എന്നുള്ളത്. ഇത് കോട്ടയം കങ്ങഴയാണ്. MGDM എന്ന് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു കണ്ണാശുപത്രി ഉണ്ടായിരുന്നു, അതിൻ്റെയൊക്കെ അടുത്തായിട്ടാണ്. രാവിലെ ആദ്യം ഒരുക്കി റെഡിയാക്കി ഈ വണ്ടിയിലൊന്ന് ആക്കുന്നിടം വരേക്കും ഒരു കോലാഹലമാണിവിടെ.
അപ്പോൾ അടുത്തത് അച്ചുക്കുട്ടീനെ ഒരുക്കി വിടുക എന്ന് പറയുന്നത് നല്ല രസമുള്ളൊരു കാര്യമാണ്. അവൾ തന്നെ പറയും, വാമ്മേ നമുക്ക് പോവാം, അംഗൻവാടി പോവാം. റെഡിയാവാനൊക്കെ ഭയങ്കര ഉത്സാഹമാണ്. പക്ഷേ അംഗൻവാടി കൊണ്ടാക്കി കഴിയുമ്പോൾ ഭയങ്കര കാർച്ചയായിരിക്കും. കാർച്ച എന്ന് പറഞ്ഞാൽ ഞാൻ പോവരുത്, ഞാൻ അവരുടെ കൂട്ടത്തിൽ അങ്ങനെ ഇരിക്കണം എന്നാണ് പറയുക. ഇപ്പം നമുക്ക് കൂട്ടത്തിൽ ഒരു 5 മിനിറ്റൊക്കെ ഇരിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇപ്പോൾ ഭയങ്കര നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ട് അംഗൻവാടിയിലൊക്കെ. കുഞ്ഞുങ്ങൾ എത്ര കാറും കരയും എന്ന് പറഞ്ഞാലും ഒരു സമയത്തിൽ കൂടുതൽ നമുക്ക് അവരുടെ കൂടെ ഇരിക്കാൻ പറ്റത്തില്ല. സാധാരണ ഞാനും അച്ചുവും നടന്ന് പോയി ആണ് അംഗൻവാടിയിലെത്തി തിരിച്ച് ഞാൻ വരാറ്. ഇന്നിപ്പം ഷോപ്പിങ്ങിന് പോകുന്നത് കൊണ്ട് ചേട്ടനും കൂടെ ഉണ്ട്. ഞാൻ ഈ വീഡിയോ എടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആക്ച്വലി ലൈറ്റിംഗ് ആണ് വീഡിയോ സംബന്ധിച്ചിടത്തോളം മെയിൻ സാധനം. നല്ല ലൈറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ തന്നെ വീഡിയോ കിട്ടും. അതേപോലെ ആ ലൈറ്റിംഗ് വരുന്നതിൻ്റെ ആംഗിളും ഒക്കെ അനുസരിച്ചിട്ടാണല്ലോ വീഡിയോ. ഇതിൻ്റെ കൂടുതൽ വശങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ. അവിടെ ആക്ച്വലി 9:30 ആകുമ്പോഴത്തേനും ടീച്ചേഴ്സൊക്കെ വന്നു തുടങ്ങും. പിന്നെ കുട്ടികളൊക്കെ വരണമെങ്കിൽ ഒരു 10-11 മണിയൊക്കെ ആകും കേട്ടോ. ഞങ്ങൾ അവളെ ആക്കിയിട്ട് കുറച്ച് സമയം അവിടെ അങ്ങനെ ഇരുന്നു ടീച്ചർ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് സ്വല്പ നേരം കരയും കേട്ടോ. നമ്മൾ ആക്കിയിട്ട് പോകുന്ന കുറച്ച് സമയത്തേന് കരയും. അത് കഴിയുമ്പോൾ അവരുമായിട്ട് അങ്ങ് സെറ്റായി ഇരിക്കും. പിന്നെ വൈകുന്നേരം എന്നെ കാണുമ്പോൾ ഒന്ന് വിതുമ്പും. അപ്പോൾ ഞങ്ങളവിടെ അംഗൻവാടിയിലാക്കിയിട്ട് ഞാൻ രണ്ടും കൂടെ പോവുകയാണ്. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ചില സ്ഥലങ്ങളൊക്കെ എത്തുമ്പോൾ അല്ലെങ്കിൽ ചില സ്പോട്ടൊക്കെ വരുമ്പോഴേക്കും നമുക്ക് തോന്നും വണ്ടി നിർത്തി ഒന്ന് കണ്ടാലോ എന്ന്. അപ്പോൾ ഞങ്ങളുടെ വീടിനടുത്തായിട്ട് കങ്ങഴ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു പത്തനാട്, നെടുങ്കുന്നം ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണ് ടൗണെന്ന് പറയാൻ പറ്റുന്നത്. ഷോപ്പിങ്ങിന് ഞങ്ങൾ പോയത് കറുകച്ചാലിലാണ്. കറുകച്ചാലിൽ SM എന്ന് പറയുന്നൊരു കടയുണ്ട്, നമ്പർ 1 SM എന്ന് പറയുന്നത്. അവിടെയാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഇനി 3 മണി വരെ സത്യം പറഞ്ഞാൽ ഫ്രീ ആണ്. പക്ഷേ ഹസ്ബൻഡിന് അത്രയും ടൈമില്ല. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്നായിരുന്നു ഷോപ്പിങ്ങൊക്കെ. ബർത്ത്ഡേ ഉണ്ണിക്കുട്ടൻ്റെ ആണെങ്കിൽ നമ്മളെല്ലാവർക്കും വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കും. എന്നാന്ന് വെച്ചാൽ ഒരാൾക്ക് വേണ്ടി മാത്രം എടുത്തും കൊണ്ട് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ളവർക്ക് വിഷമാവുമല്ലോ. എനിക്ക് തോന്നുന്നു ആൺപിള്ളേരുടെ ഡ്രസ്സ് മേടിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പണിയൊന്നുമില്ല. നോക്കി ഇങ്ങനെ കൊള്ളാമെന്നുള്ളത് തോന്നുന്നത് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. വലിയ എന്താ പറയുക കോംപ്ലിക്കേഷൻസ് ഒന്നും ഇതിലില്ല. അതേസമയത്ത് പെൺപിള്ളേരുടെ ഡ്രസ്സൊന്ന് നോക്കാൻ തുടങ്ങിയുണ്ടല്ലോ, എൻ്റെ അമ്മോ, ഏതെടുക്കണമെന്ന് നമ്മൾക്ക് കൺഫ്യൂഷൻ വരും. ഞാൻ ഈ പറയുന്ന കാര്യം കുറച്ച് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് പല റേഞ്ചിൻ്റെ ഉണ്ട്, പ്രൈസ് റേഞ്ച് പലതാണ് കേട്ടോ. 300 അറൗണ്ട്, 500 അറൗണ്ട്, പിന്നെ 700 അങ്ങനെ അതിൻ്റെ മുകളിലൊക്കെ ഉള്ളതുണ്ട്. ഈ 700ൻ്റെ മുകളിലേക്കൊക്കെ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഓവർകോട്ട് മാതിരിയൊക്കെ കാണും, ജാക്കറ്റൊക്കെ മാതിരി കാണും. പക്ഷേ അതൊന്നും ഈ പിള്ളേർ ഇടുകയില്ല. അപ്പം അങ്ങനെ ജാക്കറ്റ് ഉള്ളതൊക്കെ നമ്മൾ പണ്ടെപ്പോഴും മേടിച്ചിട്ടൊക്കെ ഉണ്ട്. മൂത്ത ആക്കാണെങ്കിലും നമുക്ക് ഗിഫ്റ്റായിട്ടൊക്കെ കുറേ കിട്ടിയിട്ടുണ്ട്. അപ്പം ജാക്കറ്റ് ഇടില്ല, അതിൻ്റെ ബാക്കിയുള്ളതൊക്കെ ഇപ്പോൾ പാൻസും പിന്നെന്താണ് അതിൻ്റെ ആ ബനിയനും ഒക്കെ ഇടും. പക്ഷേ ഈ ജാക്കറ്റ് ഇടില്ല. ഇതാ ഈ കാണുന്നതൊക്കെ ഉണ്ടല്ലോ, ഇത് റേറ്റ് കുറവ് വരുന്ന എന്താണ് കേട്ടോ, 300 ആ റേറ്റൊക്കെയാണെന്ന് തോന്നുന്നു. നല്ലതുണ്ട് കേട്ടോ, നല്ലതുണ്ട്. പക്ഷേ എങ്കിൽ ചിലതൊക്കെ ഈ ആദ്യം കാണിച്ച ആ ബ്ലൂ അതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നീ ഇങ്ങനത്തെ ഷെയ്ഡൊക്കെ എടുത്താലുള്ള കുഴപ്പം പെട്ടെന്ന് അഴുക്കാവും. കുഞ്ഞു വെച്ച് ഇങ്ങനെ ഇഴഞ്ഞ് നടക്കുന്നതും കൂടെ ആയത് കണ്ടാവും പെട്ടെന്ന് അഴുക്കാക്കും. എന്നാലും ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈറ്റ് ഷെയ്ഡൊക്കെ ഞാൻ എടുക്കാറുണ്ട് കേട്ടോ. കഴിഞ്ഞ ഓണം വന്ന ടൈമിൽ എപ്പോഴോ ഞങ്ങളിതുപോലെ ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനതൊന്നും ഇട്ടിട്ടുണ്ടായില്ല. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് തോന്നി എന്തായാലും വീഡിയോ പോലെ ചെയ്തിടണം, നമുക്കാണേലും പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഇരുന്ന് കാണാമല്ലോ എന്ന് ഓർത്തിട്ട്. എനിക്ക് 2-3 എണ്ണമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിലൊരെണ്ണമല്ലേ നമുക്ക് തൽക്കാലം എടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഇഷ്ടമുള്ള നോക്കി ഒരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, മോന് കുഞ്ഞവന്. പിന്നെ മൂത്ത ചെറുക്കന് വേണ്ടിയിട്ടായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. അത് ഇത് കണ്ടു, ഇതൊരു ഡിസ്പ്ലേ മാതിരി ഇട്ടിരിക്കുന്നതാണ് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ട്, ഞാൻ വീഡിയോയുടെ ആംഗിൾ കറക്റ്റായില്ല എന്ന് തോന്നുന്നു. പക്ഷേ കുഴപ്പമില്ല കേട്ടോ. ഇതൊക്കെ ജസ്റ്റ് റഫ് യൂസിനൊക്കെ പറ്റുന്ന പോലത്തെ മോഡലൊക്കെയാണ്, വീട്ടിൽ കൂടെ ഒക്കെ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുന്ന പോലെയൊക്കെ. പിന്നെ മൂത്തവന് വേണ്ടിയിട്ട് നോക്കിയപ്പോൾ അവന് ഇഷ്ടം എങ്ങനത്തെയാണെന്ന് വെച്ചാൽ ജീൻസും ഷർട്ടും ആയിട്ടുള്ളതാണ് ഇഷ്ടം. പക്ഷേ ഇപ്രാവശ്യം ഞാൻ തീരുമാനിച്ചാണ് വന്നത് അങ്ങനെ ഷർട്ട് തന്നെ ഇട്ട്. എന്താ വെച്ചാൽ അവന് 4 വയസ്സേ ഉള്ള ഷർട്ടൊക്കെ ഇട്ട് വരുമ്പോൾ ഒരു ചേട്ടൻ വൈബാണ്. അപ്പോൾ ഞാൻ ഓർത്ത് വേണ്ട, അവൻ കൊച്ചല്ലേ, ആ ഒരു ഇതിൽ നിൽക്കട്ടെ എന്ന് ഓർത്തിട്ട് ബനിയൻ മാതിരത്തെയൊക്കെയാണ് ഞാൻ നോക്കിയത്. അതും ഈ പറയുന്ന പോലെ പല റേറ്റ് ഉണ്ട്. ഞാനിങ്ങനെ മെറ്റീരിയലൊക്കെ തൊട്ട് പിടിച്ച് വലിച്ച് അങ്ങനെയൊക്കെ നോക്കിയാണ് കേട്ടോ മേടിക്കാറ്. എന്നാലേ എനിക്കൊരു സന്തോഷമുള്ളൂ. തുണി മേടിച്ചു വന്ന് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള സമയത്താണ്. ഇവിടെ ഇപ്പോൾ ഓണത്തിൻ്റെ ഒക്കെ ഫാബ്രിക്കൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് ഞാൻ പറഞ്ഞ ആ മായാലോകം.
ഗേൾസിൻ്റെ ഡ്രസ്സ് എൻ്റെ അമ്മോ എനിക്കറിയാൻ പാടില്ല. ഞാൻ എന്ത് കൺഫ്യൂസ്ഡ് ആയെന്നറിയാം ഏതെടുക്കണം എന്നുള്ളത്. എല്ലാം എടുത്താൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നിയത് എന്നാ വെച്ച് കഴിഞ്ഞാൽ ഉടുപ്പ് എപ്പോഴും നമ്മൾ ഇടാറുള്ളതും അല്ലെങ്കിൽ കാണാറുള്ളതും ആണല്ലോ. അപ്പോൾ ഉടുപ്പ് വേണ്ട എന്നിങ്ങനെ ഞാൻ ഓർത്തിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇതൊക്കെ കണ്ടോ, കുഞ്ഞു പിള്ളേരുടെ എന്താ പറയുക ഡ്രസ്സ്. എനിക്കിതെല്ലാം ഇഷ്ടപ്പെട്ടു. എനിക്കിതെല്ലാം ഇഷ്ടമായി. ഈ മഞ്ഞ കണ്ടോ, ഇത് ചെറുതായിരിക്കും അവൾക്ക്, അല്ലായിരുന്നു ഞാൻ അത് എടുത്തേനെ. ഇത് കണ്ടോ എനിക്ക് എന്ത് ഇഷ്ടപ്പെട്ടോ ഈ ഉടുപ്പെന്നറിയാമോ. ഇത് സ്കേർട്ടും എന്താ പറയുക ഒരു ബനിയൻ മാതിരി വന്നിട്ട് അതിൻ്റെ മേളിൽ കൂടെ ജാക്കറ്റ് പോലെയാണ്. ആ സ്കേർട്ടാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇനി ആ റൈറ്റ് സൈഡിലത് ജസ്റ്റ് 2 പീസ് പോലെ പാൻറ്റും ടോപ്പും പോരുന്ന പോലെ. ഇനിയുള്ളത് എനിക്ക് ഒന്നുകൂടെ ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ഡിസൈനായിരുന്നു. അതായത് ഇത്രേ ഉള്ളൂ, ജീൻസിൻ്റെ എന്താ പറയുക ട്രൗസറും ഒരു ബനിയൻ വന്നിട്ട് അതിൻ്റെ മേളിൽ കൂടെ ജാക്കറ്റ് പോലെ ജീൻസ്. എനിക്ക് ആ രണ്ടും എടുത്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ഇതിന് അത്യാവശ്യം പ്രൈസ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 800-900 അടുപ്പിച്ച് എന്തോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ സാറിൻ്റെ പോക്കറ്റ് കാലിയാക്കിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. കുറച്ച് സമയം കൊണ്ട് നിന്ന് കറങ്ങണം എന്നൊക്കെ എനിക്കുണ്ടായിരുന്നു, പക്ഷേ നടന്നില്ല. അപ്പോൾ ഞാനിതിൽ എന്താ പറയുക ഒരു ഹോള് പോലെ പർച്ചേസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് കാട്ടിത്തരാം കേട്ടോ. ഞങ്ങളൊക്കെ വീട്ടിൽ അങ്ങനെയാണ്, ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേന് ഈ മേടിച്ച സാധനങ്ങളൊക്കെ തന്നെയും പിന്നെയും കണ്ട് സുഖിക്കും. എന്നിട്ടൊരു 2-3 പ്രാവശ്യം വേണമെങ്കിൽ ഇട്ടും കൂടെ നോക്കും. എൻ്റെ അനിയത്തിയാണെങ്കിൽ അപ്പോൾ പറയും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല വേറെ വേണം, പിന്നെ തിരിച്ചു പോയി വേറെ മേടിക്കണം. പക്ഷെ ഞാൻ പാവമാണ് കേട്ടോ, എനിക്ക് കിട്ടിയതും കൊണ്ട് ഞാൻ സന്തോഷമായിട്ട് അവിടെ ഇരിക്കും. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ണിക്കുട്ടന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന എന്താന്ന് പറഞ്ഞാൽ ഡ്രസ്സെന്ന് പറഞ്ഞാൽ അതൊന്നുമില്ല, ബനിയനും ട്രൗസറും മാതിരത്തെ. അവരുടെ പാക്കിംഗ് ഒക്കെ നല്ല രസമായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഓൾറെഡി അതൊരു കവറിലാണുള്ളത്, പിന്നെ അതിൻ്റെ മേളിൽ കൂടെ വേറൊരു ലേബലൊക്കെ വരുന്നൊരു കവറ് ഇട്ട് അതൊരു ബോക്സിനകത്ത് ഇങ്ങനെയാണ് തന്നത്. നമുക്കിപ്പോൾ ഗിഫ്റ്റൊക്കെ കൊടുക്കണം എന്നൊക്കെ തോന്നുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. 500 സംതിങ് ആയെന്ന് തോന്നുന്നു ഇതിൻ്റെ റേറ്റ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അവനാണെങ്കിലും ഇട്ടപ്പോൾ നല്ല ഭംഗിയും ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കൺസേൺ ഇതാണ്, അഴുക്ക് പറ്റും എന്നുള്ളതാണ് എപ്പോഴും എൻ്റെ കൺസേൺ. പക്ഷേ എന്നാലും ഞാൻ ആ ലൈറ്റ് ഷെയ്ഡ് തന്നെ എടുത്തുകൊണ്ട് പോകുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് ഇങ്ങനെ ഷോപ്പിങ്ങിന് പോണേ. അല്ലെങ്കിൽ എപ്പോഴേലും ഒരാൾ കയ്യിലുണ്ടാവും. അതുകൊണ്ട് എനിക്ക് നല്ല റിലാക്സായിട്ട് ഷോപ്പ് ചെയ്യാൻ പറ്റി. ഒന്നുമില്ലെങ്കിൽ എനിക്ക് ഇഷ്ടത്തിന് ഇങ്ങനെ നോക്കാനെങ്കിലും ചുറ്റി നടന്ന് നോക്കാനൊക്കെ പറ്റി. ഞാൻ നോക്കിയപ്പോൾ ആദിയുടെ ഡ്രസ്സിൻ്റെ ട്രൗസർ മാത്രമേ കണ്ടുള്ളൂ ബോക്സിനകത്ത്. പിന്നെ നോക്കിയപ്പോഴാണ് കവറിനകത്ത് അത് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്രാവശ്യം ഞങ്ങൾ ഷർട്ട് മാറ്റി പിടിച്ചു, ബനിയനാക്കി. അതും ഒരു ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. കുഴപ്പമില്ല, നല്ല അവനിട്ടപ്പോഴും നല്ലതായിരുന്നു കേട്ടോ. പിന്നെ ഉള്ളത് ഈ അച്ചുകുട്ടിയുടെ ഞാൻ പറഞ്ഞില്ലേ, എനിക്കിങ്ങനെ കുറേ കൺഫ്യൂസ്ഡായി ഓർക്കെ ഞാൻ ഇത് എടുക്കാമെന്ന് ഓർത്തു. പിന്നെ തോന്നി മറ്റേത് മതിയായിരുന്നോ എന്നിങ്ങനെ. പക്ഷെ സാരമില്ല, പിന്നെ എപ്പോഴേലും ഒരു അവസരം കിട്ടുമ്പോൾ അതെടുക്കാം. പിന്നെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, സ്റ്റിച്ച് ചെയ്യുന്ന ആളല്ലേ, എന്നാൽ പിന്നെ കൊച്ചിന് തയ്ച്ചൊക്കെ ഇട്ട് കൊടുത്തോടെ, ബർത്ത്ഡേക്കൊക്കെ അങ്ങനെ ചെയ്തോടെ എന്നൊക്കെ. ഞാൻ തയ്ച്ച അവളെ ഇടാറുണ്ട്. പക്ഷെ എന്നാലും അവർക്ക് രണ്ടുപേർക്കും മേടിക്കുമ്പോൾ അവക്കൂടെ മേടിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണെന്ന് ഓർത്തിട്ടാണേ. അപ്പോൾ ഇത് എനിക്കുള്ളത്. ഇവർക്കെല്ലാം മേടിക്കുമ്പോൾ എനിക്ക് മേടിച്ചില്ലെങ്കിൽ അതും വിഷമമല്ലേ. അതുകൊണ്ട് ഞാനൊരു ടീഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിനും 300 രൂപ അടുപ്പിച്ചെന്തോ ആയിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഈ കളർ മസ്റ്റർഡ് യെല്ലോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാണ്. ഞാൻ പറഞ്ഞ് കുറേ തപ്പിയാണ് ഞാൻ ആ കളർ കണ്ടുപിടിച്ചത്. പിന്നെ എടുത്തത് അമ്മയ്ക്കാണ്. അമ്മയ്ക്കൊരു നൈറ്റി എടുത്തിട്ടുണ്ടായി. ഇതിന് 250 രൂപയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ റേറ്റ് കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ക്ലിയർ ആയത്. ഈ നൈറ്റി എടുത്ത് തയ്പ്പിച്ച് ഇടുക എന്ന് പറയുന്നത് സ്വല്പം എക്സ്പെൻസീവാണ്. 250 രൂപയ്ക്കൊരു നല്ലൊരു നൈറ്റി കിട്ടും എന്നുള്ള സ്ഥിതിക്ക് നൈറ്റി ബിറ്റെടുത്ത് അത് സ്റ്റിച്ച് ചെയ്യിച്ച് അതിന് സ്റ്റിച്ചിങ്ങിന് തന്നെ വേണം ഒരു 150-200 രൂപ സ്റ്റിച്ചിങ് ചാർജ് തന്നെ. അപ്പോൾ അതും നൈറ്റി ബിറ്റിൻ്റെ എമൗണ്ട് ഒരു 200 രൂപയൊക്കെ ആവും നല്ലൊരു നൈറ്റി ബിറ്റ് എടുത്ത് വരുമ്പോൾ. അപ്പോൾ തന്നെ നല്ലൊരു എമൗണ്ട് ആയല്ലോ. അതേസമയത്ത് തയ്പ്പിച്ച് ഇടുന്നത് കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പിന്നെ അവനവനെ തയ്ക്കുന്നവരും ഉണ്ടല്ലോ, അവർക്കൊക്കെ ബിറ്റെടുത്ത് തയ്ക്കുന്നതായിരിക്കും ചിലപ്പം ലാഭവും ഇഷ്ടവും. പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു ബെഡ്ഷീറ്റാണ്. കോട്ടനാണ് എനിക്കിഷ്ടം ബെഡ്ഷീറ്റ്. പോളിസ്റ്റർ മിക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരൊറ്റ നനയിൽ അതിൻ്റെ പശയെല്ലാം പോയിട്ട് ഭയങ്കര പന്ന തുണിയായിപ്പോവും. കോട്ടൺ ആണെങ്കിൽ നിന്നോളും, പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ ഉണങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാവും, പെട്ടെന്ന് നാശാവാനൊക്കെ ചാൻസ് ഉണ്ട്. ഉണ്ണിക്കുട്ടൻ അപ്പോൾ എൻ്റെ മുടിയിൽ ഇങ്ങനെ വലിച്ച് പിടിച്ചിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. അവൻ ഇപ്പം തന്നെ ചില സമയത്ത് കൈ വിട്ട് നിൽക്കും. അത് ഇതുവരേക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ പിടിച്ച് നടക്കുക വരെ എത്തിയിട്ടുണ്ട്. ഇപ്പം
ചിലപ്പോൾ ഇങ്ങനെ ഒരു 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 പ്രത്യേക ആംഗിളിൽ വന്ന് നിന്നിട്ട് തന്നെ നിൽക്കും. ആരും വന്ന് അനക്കിയില്ലെങ്കിൽ കുറേ സമയത്തേക്കിന് ആ ഒരു പൊസിഷനിൽ തന്നെ മൂപ്പര് അങ്ങനെ നിൽക്കും. കാക്കേ 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 കൂടെ വിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിനു തീറ്റി കൊടുക്കാൻ ഞാൻ, കുഞ്ഞു വിശന്നു കരഞ്ഞിടും, കുഞ്ഞേ കുഞ്ഞേ നീ തരുമോ നിന്നുടെ കയ്യിലെ നെയ്യപ്പം, ഇല്ല തരില്ലീ നെയ്യപ്പം. അയ്യോ കാക്കേ 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 പൂച്ച എന്തി പൂച്ച? കൊച്ചു പൂച്ച കുഞ്ഞിനൊരു കൊച്ചമലി പറ്റി, കാച്ചി വച്ച ചൂടുപാലിലോടിച്ചെന്നു നക്കി, കൊച്ചു നാവു പൊള്ളിയപ്പോ പൂച്ച കരഞ്ഞു. കാക്കയാണോ മതി? പൂച്ച എങ്ങനെ കരഞ്ഞേ? പൂച്ച എങ്ങനെ പൊന്നെ കരഞ്ഞേ? അതൊരു നല്ല മൊമെൻ്റ് എന്നുള്ള പോലെ ഈ വീഡിയോയിൽ ആഡ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ പിള്ളേരെ വിളിച്ചുകൊണ്ട് വരേണ്ട സമയം ഏകദേശം ആയിട്ടുണ്ട്. 3 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങണം. എന്നാലേ എനിക്ക് 3:30-ക്കുള്ളിൽ അച്ചുവിനെ പിക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് ആദിക്കുട്ടനെയും കൊണ്ട് 2 പേരെയും കൂട്ടിയിട്ടാണ് ഞാൻ തിരിച്ച് വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഇവിടങ്ങളിൽ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ മഴ പെയ്യുമ്പോഴത്തേക്കിനും ഇവിടുത്തെ തോട്ടിലെല്ലാം നല്ല വെള്ളമായിരിക്കും കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ്. ഇതിന് വെള്ളച്ചാട്ടം മാതിരിയൊക്കെ പോകുന്ന കാണാം. ഇവിടെയൊക്കെ പറമ്പുകളിൽ കൂടുതലും എനിക്കൊന്നും റബ്ബർ, കമുക്, കൊക്കോ, പിന്നെന്താണ് കാപ്പി, ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ഇവരുടെ പറമ്പുകളിൽ നിന്നുള്ള ആദായം. പിന്നെ കുരുമുളക്, അങ്ങനെ ഭൂമി കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ. അതേസമയത്ത് നമ്മുടെ ടൗൺ ഏരിയയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, എന്തെങ്കിലുമൊക്കെ പണിയും, ബിൽഡിങ്സ് വാടകയ്ക്ക് കൊടുക്കുമോ, വീട് പണിയുമോ, അല്ലെ കടമുറി പണിയുമോ, അങ്ങനെയൊക്കെ ആയിരിക്കും. ഇത് പിന്നെ നമ്മുടെ കൂന്തൽ അഥവാ കണവ ഇടയ്ക്ക് ചേട്ടൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായി. പിന്നീട് ഞാൻ വീഡിയോസ് ഒന്നും അങ്ങനെ എടുത്തിട്ടുണ്ടായില്ല കേട്ടോ. കറക്റ്റ് ഇനി കേക്ക് കട്ടിങ് ആണ്. അങ്ങനെ ഒരു വർഷം ആരുഷ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ. ശരിക്കും പറയുകയാണെങ്കിൽ ആരുഷ് കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഈ 1 ഇയർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് വേണം പറയാനായിട്ട്. എനിക്ക് തോന്നുന്നു 2 പ്രാവശ്യത്തോളം അവൻ ഹോസ്പിറ്റലിൽ ആയിരുന്നു. ആ ബാലാരിഷ്ടതകളെല്ലാം അവൻ ഓവർകം ചെയ്ത് അവൻ 1 ഇയർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി എൻ്റെ ഒരേ ഒരു പ്രാർത്ഥന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്സിൻ എടുക്കാൻ വേണ്ടി മാത്രമേ ഹോസ്പിറ്റലിൽ പോകാവൂ എന്നുള്ളതാണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ. ഞാൻ നല്ല സമാധാനത്തിലും ഹാപ്പിയിലും ആയിരുന്നു കേട്ടോ. ഇത്രയും നേരം എന്നെ സഹിച്ചും ക്ഷമിച്ചും കേട്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ്. അടുത്തൊരു വീഡിയോയിൽ വേഗം വരാം. അതുവരേക്കും ടാറ്റാ.